വന്ദേ മാതരം ആലപിക്കണമെങ്കിൽ ആലപിക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അതൊക്കെ അവരവരുടെ കാര്യം. സ്വാതന്ത്ര്യം ലഭിച്ച് 80 വർഷം കഴിയുമ്പോൾ വന്ദേ മാതരം നിർബന്ധമാക്കിയത് BJPക്ക് ഈ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. BJPക്ക് അങ്ങനെ ഒരു സ്നേഹവുമില്ല. 4 വോട്ടിന് വേണ്ടി അവർ എന്തും ചെയ്യുന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. പക്ഷേ അവർക്ക് എപ്പോഴും ഉപയോഗിക്കാൻ കഴിയുന്നത് ഈ ഹൈന്ദവ വിശ്വാസികളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതും അതുപോലെ അവരെ വിമർശിക്കുന്നവരെ പാകിസ്ഥാനികൾ എന്നൊക്കെ പറയുന്നതും. അതെന്നാൽ അതിപ്പോൾ പണ്ടത്തത്ര യേശൊന്നുമില്ല. കാരണം അയോധ്യയുടെ പേരും പറഞ്ഞ് മുതലക്കണ്ണീരൊഴുക്കി അധികാരത്തിൽ വന്നവർ ആ അമ്പലത്തിൽ നിന്ന് തന്നെ കൊള്ള നടത്തിയിരിക്കുന്നു. അമിത രാജ്യസ്നേഹം കാണിക്കുന്ന തട്ടിപ്പുകൾ ജനങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ ആരും തന്നെ നമ്മുടെ രാജ്യത്തിനെതിരൊന്നുമല്ല. അങ്ങനെയുള്ളവരെ വെറുതെ സൃഷ്ടിക്കാനാണ് BJP ശ്രമിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹം എന്ന് പറയുന്നത്. രാജ്യദ്രോഹികളെ സൃഷ്ടിച്ചുകൊണ്ട് അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന BJPയുടെയും മോദി ഭരണത്തിൻ്റെയും തട്ടിപ്പ് ജനങ്ങൾ പിടികൂടി. ഇനി BJPക്ക് അങ്ങനെ രക്ഷയൊന്നുമില്ല. ഇപ്പോൾ കേരളത്തിലും ചില വിവരമില്ലാത്ത നേതാക്കൾ വെല്ലുവിളി തുടങ്ങിയിരിക്കുന്നത് നമ്മൾ കണ്ടു. വന്ദേ മാതരം പാടിയില്ല എങ്കിൽ VD സതീശൻ വിവരമറിയുമെന്നൊക്കെയാണ് വെല്ലുവിളി. പാണക്കാട്ട് പോയി പെർമിഷൻ മേടിച്ചാൽ അങ്ങ് തീർത്ത് കളയുമെന്നൊക്കെയാണ് ഭീഷണി. മണിക്കൂർ 24 കഴിഞ്ഞു, 48-ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ്. സതീശൻ ഇതുവരെ വന്ദേ മാതരം ചൊല്ലിയിട്ടില്ല. കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളെല്ലാം വന്ദേ മാതരം ചൊല്ലിയപ്പോൾ കേരളം മാത്രം വേണ്ട എന്ന് വെച്ചത് ഈ BJPയുടെ പേരിലുള്ള വെല്ലുവിളിച്ചവർക്ക് നട്ടലുണ്ടോ എന്ന് അറിയാൻ തന്നെയാണ്. ഈ കാര്യത്തിൽ BJPയും CPMഉം കാത്തിരിക്കുകയായിരുന്നു. പാടിയാൽ CPMഉം പാടിയില്ലെങ്കിൽ BJPയും പ്രശ്നമുണ്ടാക്കാനും UDFനെ വിഴുങ്ങിക്കളയാനും കാത്തു നിൽക്കുകയായിരുന്നു. പക്ഷേ ഒരു ചുക്കും ഇവർക്ക് മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ നിന്ന് വന്ദേ മാതരം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഉയർന്ന വിവാദങ്ങളെ തനിക്കനുകൂലമായ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റുകയും ഒപ്പം BJPയുടെ വെല്ലുവിളിയെ അറബിക്കടലിലെറിഞ്ഞ് CPM നേതാവ് കൃഷ്ണദാസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇറച്ചിക്കഷണം കാത്തിരിക്കുന്ന പട്ടിക്കൂട്ടങ്ങൾക്ക് നിരാശ മാത്രം നൽകുകയും ചെയ്തിരിക്കുന്നു കേരളത്തിലെ UDF സർക്കാർ. സംസ്ഥാനത്ത് വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചാൽ അത് BJPക്കും സംഘപരിവാറിനും കീഴടങ്ങലാണ് എന്ന് ആരോപിച്ചുകൊണ്ട് സർക്കാരിനെതിരായി വലിയ രീതിയിൽ സമരം നയിക്കാൻ കാത്തിരുന്ന CPMനും LDFനും വലിയൊരു രാഷ്ട്രീയ നഷ്ടമായി ഇത് മാറുകയും UDFൻ്റെ രാഷ്ട്രീയ വിജയമായി തീരുകയും ചെയ്തിരിക്കുന്നു. മുന്നണിയുടെ മതേതര പ്രതിച്ഛായ കൂടുതൽ ശക്തമാക്കാൻ ഈ തീരുമാനം UDFനെ സഹായിച്ചു എന്നതിലും സംശയമില്ല. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയഗാനം എന്നതുപോലെ തന്നെ ദേശീയ ഗീതവും ഇതേ കോൺഗ്രസ് തന്നെയാണ് ഈ രാജ്യത്ത് അവതരിപ്പിച്ചത്. കോൺഗ്രസിൻ്റെ നേതാക്കളും അന്ന് ഈ രാജ്യത്തിൻ്റെ നായകരും ഒക്കെയായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളാണ് അതിലെ ആദ്യത്തെ ചരണങ്ങൾ മതിയെന്ന് പറഞ്ഞത്. അതുപ്രകാരം ഇത്തവണയും തിരുവനന്തപുരത്തെ ഇന്ദിരാഭവനിലെ പാർട്ടിയുടെ സംസ്ഥാന ആസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായ നിയമമനുസരിച്ച് ആദ്യത്തെ 2 ഖണ്ഡികകൾ മാത്രം ആലപിച്ചു. വേറെ ഒരു ജോലിയുമില്ലാത്ത BJP നേതാക്കൾ ഇപ്പോൾ ഈ വന്ദേ മാതരത്തിൻ്റെ പേരും പറഞ്ഞ് ഈ രാജ്യത്ത് വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെയാണ് സതീശൻ സർക്കാർ തകർത്ത് തരിപ്പണമാക്കിയത്. വെല്ലുവിളിച്ച BJP നേതാവിൻ്റെ പൊടി പോലുമില്ല. CPMൻ്റെ ആഗ്രഹവും തകർന്നിരിക്കുന്നു. അതായത് ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ ചൂണ്ടിക്കാട്ടി സതീശൻ സർക്കാർ സംഘപരിവാർ പാതയിലാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച LDFന് വന്ദേ മാതരം ഒഴിവാക്കാനുള്ള സർക്കാരിൻ്റെ നിലപാടോടെ ആ വാദം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെയായി. പകരം ദേശീയ തലത്തിൽ സംഭവിച്ച വീഴ്ച ആയുധമാക്കാൻ ഒരുപക്ഷെ അവർ ശ്രമിക്കുന്നുമുണ്ട്. അതാരും മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. കേരളത്തിലെ കോൺഗ്രസ് സർക്കാരിനെ നയിക്കുന്നത് സതീശനാണെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നത് പാണക്കാട്ട് മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് എന്ന രീതിയിൽ ചർച്ച ചെയ്യുമെന്ന് തോന്നിപ്പിച്ച BJPയുടെ അഡ്രസ്സ് പോലുമില്ല എന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ വന്ദേ മാതരം പാടിയാലും പാടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു സർക്കാരിൻ്റെ തീരുമാനമെന്ന നിലയിൽ എല്ലായിടത്തും പാടി. പക്ഷേ അതിനു മുമ്പേ ഇത് മുതലെടുക്കാനും വെല്ലുവിളിക്കാനും നിന്ന ഏക സംസ്ഥാനം എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള പ്രതിലോമ ശക്തികളെ തകർത്തെറിയുകയാണ് കേരളത്തിൽ VD സതീശൻ സർക്കാർ ചെയ്തിരിക്കുന്നത്.